നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മറിലായിരുന്നു സൂപ്പർ താരം കരീം ബെൻസിമ റയൽ മാഡ്രിഡ് വിട്ടുകൊണ്ട് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിലേക്ക് എത്തിയത്. ബെൻസിമയെ കൂടാതെ പല സൂപ്പർ താരങ്ങളെയും അവർ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിലെ ഇത്തിഹാദിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. മാത്രമല്ല അവരുടെ അർജന്റീൻ പരിശീലകനായ മാഴ്സലോ ഗലാർഡോയുമായി ബെൻസിമയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ക്ലബ്ബ് വിട്ട് പുറത്ത് പോയേക്കും എന്നുള്ള റൂമറുകൾ വരെ സജീവമായിരുന്നു. എന്നാൽ പരിശീലകനായ ഗലാർഡോ പിന്നീട് ക്ലബ്ബ് വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിവാദങ്ങളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ബെൻസിമ സംസാരിച്ചിട്ടുണ്ട്. ഫുട്ബോൾ അല്ലാത്ത മറ്റു പല കാര്യങ്ങളിലുമായിരുന്നു ക്ലബ്ബ് ശ്രദ്ധിച്ചിരുന്നത് എന്നാണ് ബെൻസിമ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മാർക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ സീസണിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ ഫുട്ബോളിൽ അല്ലായിരുന്നു ശ്രദ്ധ നൽകിയിരുന്നത്, മറ്റു പല കാര്യങ്ങളിലുമായിരുന്നു. കഴിഞ്ഞ സീസണിലെ കാര്യങ്ങളിൽ നിന്ന് പലതും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. ഇതാണ് ബെൻസിമ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സൗദി ലീഗിൽ 9 ഗോളുകളും 7 അസിസ്റ്റുകളും നേടാൻ ബെൻസിമയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാനും ഇപ്പോൾ അൽ ഇത്തിഹാദിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രീ സീസണിൽ നടന്ന മത്സരത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ഇന്റർ മിലാനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അൽ ഇത്തിഹാദ് പരാജയപ്പെടുത്തിയിരുന്നു. അത് പലരെ സംബന്ധിച്ചിടത്തോളവും അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.